പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ MP ഫണ്ടിൻ്റെ വിനിയോഗമായിട്ട് ബന്ധപ്പെട്ട് കുറേ വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വ്യാപകമായിട്ട് നടക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചില ആളുകൾ വളരെ ബോധപൂർവ്വം വലിയ പൊളിറ്റിക്കൽ അറ്റാക്കിനുള്ള ഒരവസരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ 2 ദിവസം മുമ്പ് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ അപ്പോഴാണ് കളക്ടറുടെ നേതൃത്വത്തിൽ MP ഫണ്ടിൻ്റെ ഒരു അവലോകന യോഗം, ഉദ്യോഗസ്ഥരുടെ ഒരു അവലോകന യോഗം ഇന്നലെയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചേർന്നത്. അപ്പോൾ അതിൻ്റെ കണക്കൂടെ കിട്ടിയിട്ട് നിങ്ങളോട് അതിൻ്റെ യാഥാർത്ഥ്യം അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കാര്യം ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കളക്ട്രേറ്റുകളിൽ വരുന്ന അലോക്കേറ്റഡ് ഫണ്ട്, ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിലേക്കുള്ള പ്രപ്പോസലാണ് MP കൊടുക്കുക. ഈ പ്രൊജക്റ്റ് ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇന്ന സ്ഥലത്ത് നടപ്പിലാക്കണമെന്ന് MP ഫണ്ടിൽ നടപ്പിലാക്കണമെന്ന് MP പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ആ കത്ത് വെച്ചിട്ട് അതിന് എസ്റ്റിമേറ്റ് എടുക്കലും, അതിൻ്റെ AS ഉണ്ടാക്കലും, TS ഉണ്ടാക്കലും, ടെൻഡർ ചെയ്യിപ്പിക്കലും, വർക്ക് അവാർഡ് ചെയ്യലും, വർക്ക് ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ലോക്കൽ ബോഡിയുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടെ അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണ്. ഇപ്പം വടകരയ്ക്ക് സർക്കാർ അനുവദിച്ച 2 വർഷം കൊണ്ട് സർക്കാർ അനുവദിച്ചത് 9,80,00,000 രൂപയാണ് MP ഫണ്ടിലേക്ക് അനുവദിച്ചത്. ആദ്യത്തെ വർഷത്തെ 490, രണ്ടാം വർഷത്തെ 490. അപ്പോൾ അതിൻ്റെ കണക്ക് ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9,72,00,000 രൂപയുടെയും പ്രപ്പോസൽ വടകര MP എന്നുള്ള നിലയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെ മറച്ചു വെച്ചിട്ടാണ് ഈ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. 9,72,00,000 രൂപയുടെ പ്രപ്പോസലും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 212 പ്രൊജക്റ്റുകൾക്കാണ് നമ്മൾ പ്രപ്പോസൽ കൊടുത്തത്. അതിൽ 144 പ്രൊജക്റ്റുകൾക്കാണ് എസ്റ്റിമേറ്റ് ഇതുവരെ ആയത്. 73 പ്രൊജക്റ്റുകൾ KS ആയി, 63 പ്രൊജക്റ്റുകൾ ടെൻഡർ കഴിഞ്ഞു, 55 പ്രപ്പോസലുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, നിരവധി പ്രൊജക്റ്റുകൾ ഓൺ ഗോയിങ് ഉണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ഗവൺമെൻറ് നമ്മുടെ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച തുക തന്നെ, നീക്കിവെച്ചത് 9,72, ഇപ്പോൾ അനുവദിച്ച തുക തന്നെ, അവർ വിനിയോഗിച്ച തുക തന്നെയായിട്ട് ഇന്നലത്തെ യോഗത്തിൽ പറയുന്നു 1,57,50,000 രൂപയുടെ അനുവദിച്ച് കഴിഞ്ഞു എന്നാണ് കളക്ടറുടെ യോഗത്തിൽ തന്നെ അവർ പറയുന്നത്. അതിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് അവർ പുറത്തിറക്കിയത് ഇതിനോട് ലിങ്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയതാണ്. സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് വായിക്കണം. അതിൻ്റെ കൂടെ വെലങ്ങാട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 ദുരന്തങ്ങളിലും പിന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് MP ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ നമ്മൾ അതിനും അനുവദിച്ചതാണ്. അത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പണം MP ഫണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതുമാണ്. അതുപോലും ഈ കണക്കിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ബോധപൂർവം ഈ 4% കണക്ക് പറഞ്ഞിട്ട് അപമാനിക്കാനുള്ള ശ്രമം നടത്തുന്നത് ചിലർ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ്. അത് രാഷ്ട്രീയമായിട്ട് എങ്ങനെയും അപമാനിക്കാൻ കഴിഞ്ഞ കുറേ ആയിട്ട് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വിലപ്പോവില്ല. ജനങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ മാത്രം കാര്യമല്ല, ബാക്കി MPമാരുടെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ രാഘവേട്ടനെ സംബന്ധിച്ചും ETയെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ്. ഞാൻ അവരെ നോക്കി, രാഘവേട്ടന് 254 പ്രൊജക്റ്റുകളുടെ പ്രപ്പോസൽ കൊടുത്താണ്. ET ഏതാണ്ട് 155 പ്രൊജക്ട് പ്രപ്പോസൽ ഓൾറെഡി കൊടുത്ത, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എങ്ങനെയുണ്ട്. ഈ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാങ്കേതികത്വം അതൊന്നും നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി പറയാം. ഇപ്പം ഒരു ഹൈമാസ് ലൈറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ NOC, അതുപോലും ചിലർ, എല്ലാവരും ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് NOC പെട്ടെന്ന് തന്ന നിരവധി പഞ്ചായത്തുകൾ, പക്ഷേ ചിലർ ആ തീരുമാനം എടുക്കാതെ അത് വൈകിപ്പിച്ചിട്ടുണ്ട്. ആ NOC ലഭിച്ച് അവിടുന്ന് ഒരു ഏജൻസിയെ തീരുമാനിച്ച് അവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച, കോൺട്രാക്ടർ അവിടെ വന്ന ലൈറ്റ് സ്ഥാപിച്ച് KSEB അതിൻ്റെ കറണ്ട് കണക്ഷൻ കൊടുത്ത് അത് സ്വിച്ച് ഓൺ ചെയ്താൽ ലൈറ്റ് പ്രകാശിച്ച് കഴിഞ്ഞാൽ, അത് പ്രകാശിപ്പിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തം ജനങ്ങളോടുള്ളത് അപ്പോൾ അവിടെ നിർവഹിക്കപ്പെടുകയാണ്. പക്ഷേ പിന്നെ അതിൻ്റെ സാങ്കേതികത്വം, അതിൻ്റെ ഫണ്ട് അത് വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് പിന്നെ അത് അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വഴി ജില്ലാ പ്ലാനിംഗ് ഓഫീസിലേക്കും അവസാനം ബില്ല് കൈമാറുന്നതിന് ഉൾപ്പെടെയുള്ള സാങ്കേതികത്വങ്ങൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർക്ക് പണം കിട്ടിയാലേ ചിലപ്പോൾ വിനിയോഗിച്ചു എന്നുള്ളത് ഇവരുടെ ചില കണക്കിൽ വരുള്ളൂ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടതാണ്, അതിൻ്റെ സൗകര്യം ജനങ്ങൾക്ക് കിട്ടിയതുമാണ്. നമ്മുടെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ വേറെ കാര്യം, ഇപ്പം ചില വ്ളോഗർമാരൊക്കെ പറയുന്നത് കേട്ടു, 1 രൂപയുടെ സഹായം പോലും കേരളത്തിനോ വടകരക്കോ അതിൻ്റെ പേരിൽ ഈ 4% നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ബോധപൂർവം പറയുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ബോധപൂർവം പറയുന്നവരുണ്ട്. അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് വരും. ഇപ്പോൾ ബഡ്സ് സ്കൂളുകൾക്ക് വാഹനം അനുവദിച്ചതിൻ്റെ പണം ഓൾറെഡി കളക്ട്രേറ്റിൽ നിന്ന് കൈമാറിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ, വടകരയെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ സൗഹൃദ സ്പർശം എന്ന പേരിൽ നമ്മൾ നടപ്പിലാക്കിയൊരു പ്രൊജക്റ്റിലേക്ക് ഏതാണ്ട് പിന്നെ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അതിനു വേണ്ടി നീക്കിവെച്ച് ഇതിനകം തന്നെ എക്സ്പെൻഡിച്ചർ ആയിക്കഴിഞ്ഞു. ഏതാണ്ട് പിന്നെ നിരവധിയായ ആളുകൾക്ക് പിന്നെ ട്രൈസൈക്കിൾ കൊടുക്കാൻ കഴിഞ്ഞു, ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുക്കാൻ കഴിഞ്ഞു. അവരുടെ അവകാശമാണ്, അവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും 1 രൂപയുടെ സഹായം പോലും, 1 രൂപയുടെ പിന്നെ പ്രവർത്തനങ്ങൾ പോലും വടകരയിൽ നടന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ബോധപൂർവമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇപ്പോൾ കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, അവർ പറഞ്ഞത് SIRൻ്റെ ഡ്യൂട്ടി
ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന പെരുമാറ്റച്ചട്ടം, അതുപോലെ തന്നെ BLO ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ആളുകൾ, പ്ലാനിംഗ് ഓഫീസിലൊക്കെ 4-5 ആളുകൾ ഈ ഡ്യൂട്ടിയുള്ള ആളുകളാണ്. ശേഷിക്കുന്ന 1-2 ആളുകൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ടൈം ബൗണ്ടായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നുവെന്നും മാത്രമല്ല ചെയ്തത് പോലും ഈ സാക്ഷി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നുള്ളത് കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ ഇന്നലെ ഉദ്യോഗസ്ഥർ ജോലിഭാരം മൂലം അവർ പങ്കുവച്ച പ്രയാസമാണ്. അപ്പം അത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തകളുടെ പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ബഹുമാന്യയായ പ്രിയങ്ക ഗാന്ധി MP, അവർക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണുള്ളത്. അവിടെ തന്നെ ഇതിനകം 1 കോടി രൂപയുടെ പ്രപ്പോസൽ അവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ പല പ്രൊജക്റ്റും ഓൺഗോയിങ് ആണ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ മറച്ചു നടക്കുന്ന പ്രചരണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട് വടകരയിൽ MP ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മുടെ തീരദേശത്തെ സഹോദരങ്ങളുടെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപകടങ്ങളിൽ അവരുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് എത്താൻ മതിയായ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ അതിനുവേണ്ടി 5 റെസ്ക്യൂ ബോട്ടുകൾ കൊയിലാണ്ടി, വടകര, തലശ്ശേരി അവിടുത്തെ തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചതിൻ്റെ റെക്കറിങ് എക്സ്പെൻസ് MP ഫണ്ടിൽ നിന്ന് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും അതിൻ്റെ മന്ത്രിയോട്, ഡയറക്ടറോട്, സെക്രട്ടറിയോട് ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചു. പല ലോക്കൽ ബോഡികളോടും സംസാരിച്ചു. വടകര മുനിസിപ്പാലിറ്റി ഒരു ബോട്ടിൻ്റെ റെക്കറിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാമെന്നും അടുത്ത വർഷത്തെ പുതിയ പ്രൊജക്ട് പ്രപ്പോസൽ അത് ഉൾപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ലഭിച്ചാൽ റെക്കറിങ് എക്സ്പെൻസ് അതിൻ്റെ ഡ്രൈവർമാരുടെ സാലറി ഉൾപ്പെടെയുള്ള പെട്രോൾ ഡീസൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം ലഭിച്ചാലേ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അതുമാത്രമാണൊരു കാലതാമസമായി സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നടക്കുന്നത്. ബാക്കി നമ്മൾ അനുഭവിച്ച റോഡുകൾ സത്യം പറഞ്ഞാൽ MP ഫണ്ട് തികയാത്തതിൻ്റെ പ്രയാസമാണ് അനുഭവിക്കുന്നത്, അല്ലാണ്ട് ചിലവാക്കാതെ അവിടെ എടുത്തു വെച്ചിരിക്കുകയല്ല. ഇപ്പോൾ ഈ വർഷം നമുക്ക് അനുവദിച്ചത് 4,90,00,000 രൂപയാണ്. ഇപ്രാവശ്യത്തെ പ്രപ്പോസലിൻ്റെ കണക്കുകൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഓൾറെഡി 5,22,00,000 രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ കൊടുത്തതിൽ ഇനി കുറവ് വരുത്തണം. ഇപ്പോൾ ഈ കഴിയാൻ പോകുന്ന സാമ്പത്തിക വർഷത്തെ ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിക്കും കൂടിയാണ്, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലിക്കും കൂടിയാണ് ഈ 5 കോടി രൂപ നമുക്ക് ആകെ കിട്ടുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാനും കൊണ്ടുപോകാനും റോഡ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം കിട്ടിയ അപേക്ഷകളുടെ എണ്ണം 140-ലധികമാണ് ഓൾറെഡി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതൊന്നും മീറ്റ് ചെയ്യാൻ ഫണ്ട് തികയാതിരിക്കുകയാണ്. 100 കണക്കിന് പ്രപ്പോസലുകൾ, ഫണ്ട് ചോദിച്ച് കിട്ടിയ അപേക്ഷകൾ ഫണ്ട് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇത് ചെലവഴിക്കാതെ വെറും 4% ആക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം, വടകരയിലെ ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള നിലക്ക് പറയുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.